മഹാരാജൻ. സ്ത്രീഹത്യ മഹാപാപം. പാപത്തെ ഭയന്ന് മരണത്തെ ഏറ്റുവാങ്ങാൻ ഒരുക്കമല്ല കംസൻ. ഇവളാൽ അങ്ങക്ക് മരണമോ? ദേവകി അങ്ങയുടെ സോദരിയല്ലേ? അവൾക്ക് വേണ്ടി തേർതെളിച്ച കരങ്ങൾ കൊണ്ട് തന്നെ ഇവളുടെ 8ാമത്തെ പുത്രൻ നമ്മെ വധിക്കുമെന്നൊരു അശരീരി. ആകാശഭാഷിതം. ബുദ്ധിരാക്ഷസനായ കംസമഹാരാജൻ കേവലം ഒരു ആകാശഭാഷിതം വിശ്വസിക്കുകയും ശത്രുക്കളായ അസുരന്മാർ നടത്തിയ മായാമൊഴികൾ ആയിക്കൂടുന്നുണ്ടോ അത്? ഇനി ദൈവവചനങ്ങൾ തന്നെയാണ് കേട്ടതെന്നിരിക്കട്ടെ. വേദാവിന്റെ ആ വിധി മാറ്റാൻ ഒരു ശിരച്ഛേദത്തിനാവുമോ മഹാരാജൻ? അങ്ങ് എന്തിന് മരണത്തെ ഭയക്കണം? ഭോജരാജനാണിന്നങ്ങ്. ഭോജകുലത്തിൽ ഭോജാതരായവരിൽ വീരശൗര്യങ്ങളാൽ വിക്രമൻ, പരാക്രമശേഷിയിൽ കീർത്തിമാൻ, ഭരണനൈപുണ്യത്താൽ ദേശാന്തരങ്ങളിലും പ്രശസ്തൻ. ശ്ലാഘനീയ ഗുണങ്ങൾ ഇவ்விധം എത്രയോ ഉള്ള അങ്ങ് മരണത്തെ എന്നല്ല ഒന്നിനെയും ഭയക്കേണ്ടതില്ല. വീരോചിതമല്ല ഭയം മഹാരാജൻ. പിന്നെ മരണം നരജന്മത്തോടൊപ്പം വിധിച്ചിട്ടുള്ളതല്ലേ രാജൻ? അത് ഓരോ പിറവിയോടൊപ്പവും മരണവും പിറന്നു കഴിഞ്ഞിരിക്കുന്നു. അതറിയാനുള്ള പാണ്ഡിത്യം, വിവേകം അതങ്ങയ്ക്കുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ വിചാരം. അതുകൊണ്ട് മഹാരാജൻ, മംഗല്യവതിയായി നിമിഷങ്ങൾ മാത്രം കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് പ്രത്യാശയോടെ നോക്കിയിരിക്കുന്ന സോദരിയെ സദയം ജീവിക്കാൻ അനുവദിക്കുക. വസുദേവർ, അങ്ങ് പറഞ്ഞതെല്ലാം നേര്. പക്ഷേ നമ്മുടെ അന്തകന് ജന്മം നൽകാനായി അവതരിച്ച സ്ത്രീ സോദരിയാണെങ്കിലും ദയർഹിക്കുന്നുണ്ടോ? അങ്ങയുടെ ചോദ്യം പ്രസക്തം, സന്ദർഭോചിതം. അതിൽ നമുക്ക് സംശയമില്ല, തെല്ലും. പക്ഷേ ദേവകിയല്ല, അഷ്ടമപുത്രൻ അങ്ങയെ വധിക്കുമെന്നായിരുന്നു അശരീരി എന്നല്ലേ അങ്ങ് പറഞ്ഞത്? അഷ്ടമ സന്താനം, അതിനി എത്ര കാലം ചെല്ലണം? വിവാഹകർമ്മം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. വർഷങ്ങൾക്കപ്പുറം പിറന്നേക്കാവുന്ന ഒരു സന്താനത്തിന്റെ പേരിൽ ഈ നിമിഷം തന്നെ ദേവകിയെ ഹനിക്കുന്നതെന്തിന്? 8ാമത്തെ പുത്രൻ ജനിക്കും വരെയെങ്കിലും ഇവിടെ അങ്ങയുടെ പ്രിയ സോദരിയെ ജീവിക്കാൻ അനുവദിച്ചുകൂടെ മഹാരാജൻ? ഭഗിനീവധമെന്ന പാപകർമ്മത്തിൽ നിന്ന് അങ്ങ് പിന്തിരിയുക. പകരം നാം ഒരു വാഗ്ദാനം നൽകാം. ഇവൾ പ്രസവിക്കുന്ന ഓരോ കുഞ്ഞിനെയും അപ്പോൾ തന്നെ ഞാൻ തിരുമുമ്പിൽ എത്തിച്ചു തരാം. അവരെ എന്ത് ചെയ്യണമെന്ന് അങ്ങയ്ക്ക് തന്നെ തീരുമാനിക്കാം.